ഈ നാട്ടിലെ ഇപ്പം ഈ കടുത്ത മോദി വിരുദ്ധരും BJP വിരുദ്ധരുമായ ഈ പ്രതിപക്ഷ വസന്തനെ പോലെയുള്ള CPM-കാരെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറയുന്നതിനെക്കാട്ടിൽ എളുപ്പം, അവരെ കൺവിൻസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എളുപ്പം നമുക്ക് റോഡ് സൈഡിലെ മയിൽക്കുറ്റിയെ കൺവിൻസ് ചെയ്യാം. അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. ഈ രാജ്യത്തെ ഇവിടെ ഈ കേരള നിയമസഭയിൽ ഓരോ നിയമം ഇവർ പാസ്സാക്കുന്നു. അവിടെ പ്രതിപക്ഷത്തിനെയും ഈ നാട്ടുകാരെയും മുഴുവനും അങ്ങ് ബോധ്യപ്പെടുത്തി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണോ ചെയ്യുന്നത്? ജനങ്ങൾ അവരെ ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ പാസ്സാക്കാനും അത് നടപ്പാക്കാനുമാണ്. അങ്ങനെ ഒരു ഭൂരിപക്ഷമുള്ള സർക്കാർ അവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവർ നിയമങ്ങൾ പാസ്സാക്കും. അത് നിങ്ങൾക്ക് ബോധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജനങ്ങളെ കൺവിൻസ് ചെയ്യുക. എന്നിട്ട് CPM കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന് പിണറായി വിജയൻ പ്രധാനമന്ത്രിയാകുന്ന സമയത്ത് നിങ്ങളിത് ചെയ്തോളൂ. കൺവിൻസിംഗ് ആണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേര് കൺവിൻസിംഗ് എന്നല്ല, ഇതിന്റെ പേര് കുത്തിത്തിരിപ്പ് എന്നാണ്, ഒരു ജനതയെ ഭയപ്പെടുത്തൽ എന്നാണ്. അതായിക്കോട്ടെ, നടക്കട്ടെ. കാര്യം ഇപ്പം അവർക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് അതാണ്. കാര്യം ഇവിടെ BJP ഇപ്പോൾ മത്സരിക്കുന്നത് 400 സീറ്റുകൾക്ക് വേണ്ടിയാണ്. CPM മത്സരിക്കുന്നത് ഈനാമ്പേച്ചിയും മരപ്പെട്ടിയൊന്നും അവരുടെ ചിഹ്നത്തിൽ കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഈ വ്യത്യാസമുണ്ട്. ആ ഒരു പേടി അവർക്കുണ്ട്. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈനാമ്പേച്ചിയോ മരപ്പെട്ടിയോ ഒക്കെ ചിഹ്നമായിട്ട് വരുന്നത് കാണേണ്ടി വരും എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, ഇവരുടെ പാർട്ടി നേതാവായിട്ടുള്ള AK ബാലൻ തന്നെയാണ്. ഇവരുടെ ഏറ്റവും വലിയ ഭയം ഇത് തന്നെയാണ്. അല്ലാതെ അവിടെ കേന്ദ്രത്തിൽ എന്ത് സംഭവിച്ചാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. കേന്ദ്രത്തിൽ മോദി വരുന്നത് കൊണ്ട് ഇവർക്ക് പ്രശ്നമില്ല. ഈ നാട്ടിലെ ഇവർക്ക് മുസ്ലിം പ്രേമം, ഇനി അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മനു. കാര്യം ഇവർക്ക് മുസ്ലിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടാണ് ചെയ്യുന്നത്. ഇവർ അവരെ നല്ല ശുദ്ധമായിട്ട് ഉപയോഗിക്കുകയാണ്. ആ സമൂഹത്തിലെ ഒരു വിഭാഗത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഭയപ്പെടുത്തി നിർത്തിക്കൊണ്ട് അവരെന്നും ഈ രീതിയിൽ അങ്ങനെ തന്നെ കഴിയണം എന്നുള്ള അവർക്ക് ആ സമൂഹത്തിന് വിദ്യാഭ്യാസം ലഭിക്കണം, അവർക്ക് ലോകവിവരം ഉണ്ടാവണം, അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കണം എന്ന ആഗ്രഹം ഇവർക്ക് ഒരിക്കലുമില്ല. അങ്ങനെ സംഭവിച്ചാൽ അവർ ഇവരെ ചവിട്ടി പുറത്താക്കും. അങ്ങനെ ഏതൊക്കെ ഇവർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ എല്ലായിടത്തും ജനങ്ങൾക്ക് ബോധം വെച്ചപ്പോൾ, അവസരം വന്നപ്പോൾ ഇവരെ തൂക്കിയെടുത്ത് ചവിട്ടിക്കൂട്ടി പുറത്ത് കളഞ്ഞിട്ടുണ്ട്.